ഗോൾഡൻ ഡോം കാനഡക്കുള്ള ലോട്ടറിയോ? ട്രംപിന്റെ കെണിയോ? കാനഡക്കു മുൻപിൽ ട്രംപിന്റെ പടുകൂറ്റൻ ഓഫർ. ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡ് ഫ്രീയായി തരാം. പക്ഷേ കാനഡ അമേരിക്കയുടെ 51ാം സ്റ്റേറ്റ് ആകണം. അല്ലെങ്കിൽ $61 ബില്യൺ തരാൻ റെഡി ആയിക്കോളും. ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഇതിന്റെ പിന്നിലുണ്ട് ഒരു വലിയ രാഷ്ട്രീയ നയതന്ത്ര പ്ലാൻ. അതിനു മുൻപ് ഗോൾഡൻ ഡോം എന്താണ്? ട്രംപിന്റെ ലക്ഷ്യം എന്താണ്? കാനഡയ്ക്ക് ഗുണമോ നഷ്ടമോ? $61 ബില്യൺ ട്രംപ് എന്തിനാണ് ചോദിക്കുന്നത്? അതിലേക്കു കടക്കാം. ഗോൾഡൻ ഡോം എന്നത് ഒരു അതിനൂതന മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇസ്രായേലിന്റെ അയൺ ഡോമിനെ മാതൃകയാക്കി ട്രംപ് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇത് റഡാർ, സാറ്റലൈറ്റ്, മിസൈൽ ഇന്റർസെപ്റ്റർമാർ എന്നിവ ഉപയോഗിച്ച് അമേരിക്കയെയും അതിന്റെ സഖ്യരാജ്യങ്ങളെയും സംരക്ഷിക്കാൻ തയ്യാറാക്കുന്ന പദ്ധതിയാണ്. ശത്രുരാജ്യങ്ങളുടെ മിസൈലോ റോക്കറ്റോ അമേരിക്കയുടെ അതിരു കടക്കില്ലെന്നാണ് അവകാശവാദം. അതായത് 100% സംരക്ഷണം. 2029 ഇത് പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ് ലക്ഷ്യം. ചെലവ് ഏകദേശം $175 ബില്യൺ. പൂർണ്ണമായി അമേരിക്കൻ നിർമ്മാണം. ട്രംപിന്റെ വാക്കുകൾ അനുസരിച്ച് ഇത് നമുക്ക് മാത്രമല്ല ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും സുരക്ഷ നൽകാനാണ്. ഗോൾഡൻ ഡോമിനെ കാനഡക്കും കൊടുക്കാമെന്നാണ് ട്രംപ് പറയുന്നത്, അതും സൗജന്യമായി. പക്ഷേ ഒരു നിബന്ധന മാത്രം, കാനഡ US-ന്റെ 51ാം സ്റ്റേറ്റാകണം. ഇല്ലെങ്കിൽ $61 ബില്യൺ നൽകി ഈ ടെക്നോളജി വാങ്ങണം. കടക്കെണിയിൽ മുങ്ങി നിൽക്കുന്ന കാനഡയെ സംബന്ധിച്ചു ചെറിയ തുക അല്ല $61 ബില്യൺ. ഇത്രയും വലിയ തുക വെറുതെ കൊണ്ട് കളയാൻ ട്രംപ് ഒരു വിഡ്ഢിയാണെന്നു ആരും കരുതില്ലെന്നു വിശ്വസിക്കുന്നു. ഇനിയുണ്ടെങ്കിൽ ഇതൊന്നു കേട്ടുനോക്കൂ. ട്രംപിനു വേണ്ടി കാനഡയെ US-ന്റെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമാകാം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായ കാനഡയെ ചേർക്കുന്നത് അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാക്കും. ഇതിലൂടെ US-ന് ആർട്ടിക് മേഖലയിലടക്കം സൈനിക നിയന്ത്രണവും എണ്ണയും പ്രകൃതി വിഭവങ്ങളും ഉൾപ്പെടെ കാനഡയിലെ ഒട്ടുമിക്കതും അമേരിക്കയുടെ കയ്യിലെത്തും. കൂടാതെ $2 ട്രില്യൺ മൂല്യമുള്ള സമ്പദ്വ്യവസ്ഥയും സ്കിൽഡ് തൊഴിലാളികളും ചേർത്ത് അമേരിക്കൻ സാമ്പത്തിക ശക്തി കൂടുതൽ വളരും. ഈ നീക്കം ട്രംപിന് എക്സ്പാൻഡഡ് അമേരിക്ക എന്ന അതിപ്രസിദ്ധമായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉറപ്പാക്കാനും ചരിത്രത്തിൽ പുതിയ അംഗീകാരം നേടിക്കൊടുക്കാനും സഹായിക്കും. അതിലുപരി ചൈന, റഷ്യ, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പും. പക്ഷേ കാനഡയ്ക്ക് ഇത് ഗുണമാണോ? ഗോൾഡൻ ഡോം ലഭിക്കും. US സാമ്പത്തിക, സൈനിക പിന്തുണ ലഭിക്കും. ആഗോള വിപണിയിൽ കൂടുതൽ ആക്സസ്. എന്നാൽ ഗുണത്തെ പോലെ ദോഷങ്ങളുമുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഒരു രാജ്യമെന്ന അംഗീകാരം ഇല്ലാതാവും. ഇപ്പോഴും കാനഡയുടെ ഔദ്യോഗിക ഭരണാധികാരി ബ്രിട്ടീഷ് രാജാവാണ്. നിയമപരമായി ഇത് വലിയ പ്രശ്നമായേക്കും. സാംസ്കാരിക തിരിച്ചടി ഉണ്ടായേക്കാം. കാനഡക്കാരെ US-ൽ രണ്ടാം തരം പൗരനായി കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഗോൾഡൻ ഡോം വെറും സാങ്കേതിക പദ്ധതിയല്ല, ഇത് ഒരു ജിയോപൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അമേരിക്കയുടെ അതിരുകൾ മാറ്റുക, ആർട്ടിക് മേഖല കൈവശമാക്കുക, വോട്ടർമാരെ കയ്യിൽ നിർത്തുക, ഇതെല്ലാം ട്രംപിന്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഇവയൊക്കെ സമ്മതിക്കുമോ? ഒരുപക്ഷെ ട്രംപ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവായി ഡൊണാൾഡ് ട്രംപ് വിശേഷിക്കപ്പെടും. കാനഡ 51ാം സ്റ്റേറ്റ് ആകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.